മൈമൻസിംഗിലെ ഇടുങ്ങിയ ഇടനാഴികളിൽ നിന്ന് ലോകമറിയുന്ന എഴുത്തുകാരിയിലേക്കുള്ള തസ്ലീമ നസ്റിന്റെ വളർച്ച ഒരു പോരാട്ടത്തിന്റെ കഥയാണ്. പകൽ സമയങ്ങളിൽ രോഗികളെ ചികിത്സിക്കുന്ന ഡോക്ടറായും രാത്രിയിൽ സമൂഹത്തിലെ ജീർണതകൾക്കെതിരെ തൂലിക ചലിപ്പിക്കുന്ന എഴുത്തുകാരിയായും അവർ ജീവിച്ചു. സ്ത്രീകളുടെ അവകാശങ്ങൾക്കും മതപരമായ അന്ധവിശ്വാസങ്ങൾക്കുമെതിരെ അവർ നടത്തിയ രൂക്ഷമായ വിമർശനങ്ങൾ ബംഗ്ലാദേശിലെ യാഥാസ്ഥിതിക സമൂഹത്തെ പിടിച്ചുകുലുക്കി. കേവലം വാക്കുകളിലൂടെയല്ല, മറിച്ച് തന്റെ നിലപാടുകളിലൂടെയാണ് തസ്ലീമ ഭരണകൂടത്തിനും തീവ്രവാദികൾക്കും ഒരുപോലെ പേടിസ്വപ്നമായി മാറിയത്. 1993 പുറത്തിറങ്ങിയ ലജ്ജ എന്ന നോവലാണ് തസ്ലീമയുടെ ജീവിതം എന്നേക്കുമായി മാറ്റിമറിച്ചത്. ഇന്ത്യയിലെ ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടതിനെ തുടർന്ന് ബംഗ്ലാദേശിലുണ്ടായ ഹിന്ദു വിരുദ്ധ കലാപങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ നോവൽ എഴുതപ്പെട്ടത്. വെറും 7 ദിവസം കൊണ്ട് എഴുതി തീർത്ത ഈ കൃതി ഒരു മതേതര രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന അരക്ഷിതാവസ്ഥയും ഭയത്തെയും പച്ചയായി ആവിഷ്കരിച്ചു. കലാപകാരികളുടെ ക്രൂരതയേക്കാൾ ഉപരിയായി സ്വന്തം അയൽവാസികൾക്കും ഭരണകൂടത്തിനും നേരെ ലജ്ജ തോന്നുന്നുവെന്ന അവരുടെ പ്രഖ്യാപനം വലിയ വിവാദങ്ങൾക്ക് വഴിതെളിച്ചു. ഈ നോവലിന്റെ പ്രസിദ്ധീകരണത്തോടെ തസ്ലീമയുടെ ജീവിതത്തിനു മേൽ മരണനിഴൽ വീണു. മതമൗലികവാദികൾ അവർക്കെതിരെ ഫത്വ പുറപ്പെടുവിക്കുകയും തലയ്ക്ക് വിലയിടുകയും ചെയ്തു. പതിനായിരങ്ങൾ തെരുവിലിറങ്ങി അവരുടെ വധശിക്ഷയ്ക്കായി മുറവിളി കൂട്ടി. എന്നാൽ അവരെ സംരക്ഷിക്കുന്നതിനു പകരം മതവികാരം വ്രണപ്പെടുത്തിയെന്ന കുറ്റം ചുമത്തി സർക്കാർ അവരുടെ പാസ്പോർട്ട് കണ്ടുകെട്ടുകയും പുസ്തകം നിരോധിക്കുകയുമാണ് ചെയ്തത്. ഒടുവിൽ 1994 ജീവൻ രക്ഷിക്കാനായി അവർക്ക് സ്വന്തം ജന്മനാട് വിട്ട് പലായനം ചെയ്യേണ്ടി വന്നു. കഴിഞ്ഞ 3 പതിറ്റാണ്ടുകളായി തസ്ലീമ നസ്റിൻ ഒരു പ്രവാസിയായി തുടരുകയാണ്. സ്വീഡനിലും ജർമ്മനിയിലും പിന്നീട് ഇന്ത്യയിലുമായി പലയിടങ്ങളിൽ അവർക്ക് അഭയം തേടേണ്ടി വന്നു. തന്റെ മാതൃഭാഷ സംസാരിക്കുന്ന കൊൽക്കത്തയിൽ പോലും അവർക്ക് നേരെ ആക്രമണങ്ങൾ ഉണ്ടായപ്പോൾ ഡൽഹിയിലെ രഹസ്യ കേന്ദ്രങ്ങളിലേക്ക് മാറാൻ അവർ നിർബന്ധിതയായി. ഇന്നും സ്വന്തം നാട്ടിലേക്ക് മടങ്ങാൻ അനുവാദമില്ലാത്ത, പുസ്തകങ്ങൾ നിരോധിക്കപ്പെട്ട ഒരു എഴുത്തുകാരിയായി അവർ തുടരുന്നു. എങ്കിലും ഭയത്തിനു മുന്നിൽ കീഴടങ്ങാതെ തന്റെ ആശയങ്ങൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന തസ്ലീമ വിയോജിക്കാനുള്ള അവകാശത്തിന്റെ ജീവിക്കുന്ന പ്രതീകമാണ്.